ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഊട്ടിയിലെ സെക്കൻഡ് ഡേ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ എത്തിയതിന് ശേഷം ഇവിടുത്തെ പ്ലാന്റ്സ് കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ആരുടെ വീടാണ്, ഇവിടുത്തെ കുറച്ച് പ്ലാന്റൊക്കെ കാണിക്കാം. ഇവിടെ ഫുള്ള് ക്യാരറ്റ് നട്ടിട്ടുണ്ട്. പിന്നെ അങ്ങ് മുകളിൽ കുറേ വീടുകളൊക്കെ കാണാൻ കണ്ട. അവർ വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഒരു കുഞ്ഞ് അരുവിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ക്യാരറ്റാണ്. പിന്നെ ഇന്നലെ എത്തിയപ്പോൾ നമുക്കിതൊന്നും കാണിക്കാൻ പറ്റില്ല, കുറച്ച് മഴയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ മഴയൊന്നുമില്ല. കണ്ട സക്കുലൻ്റ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കണ്ട കുഞ്ഞ് ബട്ടർഫ്ലൈ പ്ലാന്റ്സിലൊക്കെ ഇവിടെ നിറച്ച് വളരുന്നതാണ്. കണ്ട സക്കുലൻറ്റിൻ്റെ എനിക്ക് പേര് മെൻഷൻ ചെയ്യാനറിയില്ല. സക്കുലൻ്റ് വെറൈറ്റീസാണ്. കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇതെൻ്റെ വീട്ടിൽ അവിടെ ഈ പ്ലാന്റ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ഫ്ലവർ ആവുന്ന പ്ലാന്റ് അല്ല, വേറെ ടൈപ്പ് പ്ലാന്റാണ്. കണ്ടോ, ഇതിന് നമുക്കൊരു പ്രത്യേക ഇതിൻ്റെ പേര് ഐ തിങ്ക് മാസ്റ്റിക്കിൻ്റെ ആകൃതിയിൽ വരുന്നത്, അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇത് കാറ്റസ് അല്ല, ഇതും ഇതൊരു സക്കുലൻ്റ് വെറൈറ്റിയാണ്. ഇതിൽ കുഞ്ഞുകുഞ്ഞു പ്ലാന്റ്സും ബട്ടർഫ്ലൈ പ്ലാന്റ്സ്, എയറോപ്ലാന്റ്, പിന്നെ നമ്മുടെ അലവേര ഇവിടെ വരുമ്പോൾ അത് വേറൊരു രീതിയിലാകും. കണ്ടോ അതിൻ്റെ കട്ട് ഇതൊക്കെ. ഇത് വേറൊരു സക്കുലൻ്റ് പ്ലാന്റ് ആണ്. ഇത് ഐ തിങ്ക് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇത് പേരറിയായിരുന്നു, സ്കിപ്പ് ചെയ്തു. ഇതൊന്നും എല്ലാം പേരറിയില്ല. നല്ല ഫ്ലവർ അല്ലേ ഇതിൽ, സൂപ്പർ. പ്ലാന്റ് കണ്ടതുപോലെയല്ല, ഫ്ലവർ വ്യത്യാസങ്ങളുണ്ട്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇത്, അത്യാവശ്യം നല്ല ഫ്ലവർ. ഇത് വേറൊരു പ്ലാന്റ്. ഇത് മേരി ഗോൾഡാണെന്നോ അല്ല, ഇത് വേറെ എന്താ പൊട്ടത്തിച്ചെടിയാണ്. വേറെ കുറേ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, ഇത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഇതാണ്. ഇതൊന്ന് വൈറ്റ് കൊണ്ട് കുറേ കളേഴ്സ് വിരിയുന്നുണ്ട്. ഇതിൽ തന്നെ പൂ വിരിയും. ഇതൊക്കെ എപ്പോഴും ഇവിടെ പൂ വിരിയും കേട്ടോ, നമ്മുടെ അവിടെ പോലെയല്ല. ഇതൊരു മഞ്ഞപ്പൂവാണ്. യെസ്, ഇതൊക്കെ സക്കുലൻസിൻ്റെ വെറൈറ്റീസാണ്. ഇത് ഞാൻ നമ്മളെ വീട്ടിലേക്ക് കൊണ്ട് നട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എപ്പോഴും പോകും ഈ പ്ലാന്റ്. ഇവിടേക്ക് അടിപൊളി പൂക്കൾ വരും ഈ പ്ലാന്റിൻ്റെ. പിന്നെ ഇത് നമ്മുടെ അവിടേക്കുള്ള സ്ഥലം മെലസ്റ്റോമിയ വൈറ്റും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് വേറൊരു പ്ലാന്റ് ആണ്. കണ്ടോ, ഇത് കുറച്ച് പുല്ലുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, അതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ എന്തൊക്കെയുണ്ട്. കണ്ട വൈറ്റ് ഡെയ്സിയുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ. ഇത് കുറച്ച് ഇത് കുഞ്ഞ് വൈറ്റ് ഡെയ്സി. പിന്നെ ഇത് കുറച്ചുകൂടെ വലുത്, ഇത് കുറച്ചുകൂടെ വലുത്, അങ്ങനെ 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 പല ടൈപ്പ് ഇരിപ്പുണ്ട് ഇവിടെ. ഇതൊരു പ്ലാന്റ് കണ്ട. ഇത് ഐ തിങ്ക് ഇതാണ് റോസ്മേരി പ്ലാന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റോസ്മേരി പ്ലാന്റ് പേഴ്സണലി എനിക്കിഷ്ടമാണ്. എനിക്കല്ല, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അറിയില്ല, റോസ്മേരി തന്നെയാണ്. റോസ്മേരി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് റോസ്മേരി പ്ലാന്റ് ആണ്. പിന്നെ ഇത് വേറൊരു സക്കുലൻ്റ് ആണ്, വലിയ സക്കുലൻ്റ് ഉണ്ടോ. ഓക്കെ, അപ്പോൾ സക്കുലൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ നടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റ് നമ്മുടെ അവിടെയൊക്കെ പെട്ടെന്ന് ഫ്ലവർ തരുന്ന ടൈപ്പും ഉണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്, നിറച്ച് നിൽപ്പുണ്ട് ഇവിടെയൊക്കെ. പിന്നെന്താ ഈ ഡെയ്സി പ്ലാന്റ്. പിന്നെ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ നിറച്ച് പ്ലാന്റ്സ് നിൽക്കുന്നുണ്ടോ. പിന്നെ ഇത് ഫ്ലവർ അണഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. ഇതാവാ റോസ്മേരി. ഇത് തന്നെ റോസ്മേരി പ്ലാന്റ്. മണപ്പിച്ചൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് തന്നെ സാധനം. ഇത് വേറൊരു മഞ്ഞ. പിന്നെ സക്കുലൻസ് ഇപ്പോൾ അല്ല, ഇത് ക്രിസ്മസ് അങ്ങനെ എന്തോ പറയുന്ന പ്ലാന്റ് ആണ്. ഇതൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഹോൾസ്റ്റൈലാണ്. ഹോൾസ്റ്റൈൽ സക്കുലൻ്റ് ആണ്. ഹോൾസ്റ്റൈൽ സക്കുലൻ്റ്. ഇത് വേറൊരു ടൈപ്പ് സക്കുലൻ്റ് ആണ്. ഇത് നമ്മുടെ അവിടെയൊക്കെ നന്നായിട്ട് നിൽക്കും, പക്ഷേ പോകും പെട്ടെന്ന്. പിന്നെ ഇത് നമ്മുടെ അവിടെയൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ കുറേ സക്കുലൻസ് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കി, ഇത് വേറൊരു സക്കുലൻ്റ് ഉണ്ടോ, ഈ സക്കുലൻ്റ്. പിന്നെ ഇതൊരു സക്കുലൻ്റ്. നല്ല ഫ്ലവറിങ് പ്ലാന്റ്. അതിൻ്റെ ഫ്ലവർ തന്നെ എന്താ ഭംഗിയല്ലേ കാണാൻ. ഇതുവരെ വീട്ടിലുള്ളതാണ്. എനിക്ക് ഇതിലൊക്കെ തൊട്ടിങ്ങനെ നോക്കാം. വേറെ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് പോയി തൊടാനൊന്നും പറ്റില്ല. ഇത് വേറൊരു സക്കുലൻ്റ്. ഇത് ഹൈഡ്രേഞ്ചിയാണ്. കുഞ്ഞ് ഹൈഡ്രേഞ്ചിയാണ് ഫ്ലവർ വരുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതാണ്. ഇത് കണ്ട സക്കുലൻ്റിന് വേറെ വെറൈറ്റി. പിന്നെ വേറൊരു സക്കുലൻ്റ് ഇവിടെ നിൽപ്പുണ്ട്, ഒരു വലിയ. ഇത് കാറ്റസ് സക്കുലൻ്റ് പോലത്തെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഹോൾസ്റ്റൈൽ കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഹോൾസ്റ്റൈൽ സക്കുലൻസ് ആണ്. ഇത് വേറെ സക്കുലൻ്റ്. അതൊക്കെ പല വെറൈറ്റീസ് ഓഫ് സക്കുലൻസ് ആണ്. ഓക്കെ, കണ്ട സക്കുലൻ്റ് കളക്ഷൻ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടാവും. ഇത് കണ്ട, ഇതിൻ്റെ പേര് ആന്തൂറിയാണ്. ഒരു ഒത്തിരി വെറൈറ്റീസ് നമുക്ക് കളക്ഷൻ നോക്ക്. വേറൊരു കളക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഓക്കെ.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആരോണ്ട് വീട്ടിലെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ. സോ ഇവിടെ ജസ്റ്റ് വന്നു. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റി. ഇനി കുറേ കാഴ്ചകൾ ഇവിടുത്തെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം ഒക്കെ വേറൊരു ലെവലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീടിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ചലിക്കാം. ഓക്കെ, രാവിലെ കുളിച്ച് തണുപ്പൊക്കെ ഉണ്ട്. എന്താ അവൻ്റെ വീടിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. യാ, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെയൊക്കെ ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇവിടെ ഓൺ താമസിക്കുന്നവർ. പിന്നെ അതൊക്കെയാണ് നമ്മുടെ മെയിൻ സിറ്റി ഏരിയയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്, സിറ്റിയിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് യാത്രയിൽ പോവുകയാണ് യാത്രയ്ക്കൊക്കെ ആയിട്ട്. ഓക്കെ, അതാ പോളി ഹൗസ് കുറച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അവരുടെ എന്നുള്ള ലൈഫിലേക്കൊക്കെ ഓരോരുത്തർ മൂവ് ചെയ്യണം കേട്ടോ, പ്ലാൻസും എല്ലാം. ഓക്കെ, അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഉള്ള ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബൈ ബൈ.